ബാക്കി ഈ മറ്റ് ചെലവുകൾക്ക് ഈ സാരിക്ക് എത്ര രൂപ കൊടുത്തു? 390 രൂപയാണ് നമ്മൾ സാരിക്ക് കൊടുത്ത ക്യാഷ്. ഈ 390 രൂപയുടെ സാരി ഈ 1600 രൂപ ആളുകളുടെ മേടിച്ച കണക്ക് എങ്ങനെയാ വന്നത്? ഈ 1600 രൂപ മേടിച്ച കണക്ക് ഞങ്ങൾക്ക് അറിയില്ല. കാരണം വെച്ചാൽ ടീച്ചേഴ്സ് ആണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി മൃദംഗാംശിലേക്ക് 3500 രൂപ അടയ്ക്കാന്നുള്ളൂ. ടീച്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ബന്ധമില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പിടിപ്പുകേടല്ലേ അവിടെ പറയുന്നത്. 3500 രൂപ കൊടുത്താൽ സ്പിറ്റപ്പ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? 2000ഉം 1600 2000 ആദ്യം കൊടുത്തു, 1600 പിന്നെ ഈ വേഷവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ ഇവര് സാരിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ 1600 അയച്ചാലേ സാരി തരുവുള്ളൂ എന്നുള്ള വോയിസ് ക്ലിപ്പ് ടീച്ചറിന്റെ വരികയാണ്. പേയ്മെന്റ് മാറും, 2900 അല്ല 3500 ആകും ആദ്യം പറഞ്ഞു. 32,000 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലായി തരണം. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചറിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി ടീച്ചറിന് ചിന്തിക്കാം, ബാക്കി ടീച്ചറിന് ഏത് രീതിയിൽ. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല. 32,000 ചുമ്മാ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മൃദംഗ വിഷന്റെ ഭരതനാട്യ ഗിന്നസ് റെക്കോർഡിനെ കുറിച്ചിട്ടാണ്. ഇതിനെക്കുറിച്ച് വിശദമായ അവർ നടത്തിയ കള്ളത്തരത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്, ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി തമിഴ്നാട്ടിലെ ഇരിക്കുന്ന ഗിന്നസ് റെക്കോർഡ് കേരളത്തിൽ നിന്നുള്ള വ്യാജേന നാഥം എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ഭരതനാട്യ കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയും ദിവ്യ ഉണ്ണിയെ അതിൽ മെയിൻ ആളാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അവിടെ വന്നിരുന്ന നമ്മുടെ ഒരു MLA-ക്ക് വീണ് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊന്നും മാനിക്കാതെ ഇവര് ചടങ്ങുമായിട്ട് മുമ്പോട്ട് പോയി. ഒരുപാട് അഴിമതി കേസുകളും സുരക്ഷാ വീഴ്ചകളും ഒക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗിന്നസ് റെക്കോർഡ് അവർക്ക് ലഭിച്ചത് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡിനുള്ള അർഹത ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗിന്നസ് റെക്കോർഡ് ടീമിന് ഒരു പരാതി പോയിരിക്കുകയാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് കാണാം. റെക്കോർഡ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട ഗിന്നസ് പ്രസിഡന്റിന് പരാതി. അധ്യാപകനായ ഷിനോപി ജോസ് ആണ് പരാതി നൽകിയത്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് പരിപാടി. 10 കോടി രൂപയോളം പരിപാടിയുടെ മറവിൽ സംഘാടകർ തട്ടിയെന്നും സുരക്ഷാ വീഴ്ച മൂലം ഒരു MLA-ക്ക് ഗുരുതര പരിക്കേറ്റെന്നും പരാതിയിൽ പറയുന്നു. ഗോപാൽ ശീലാസനലുടെ വിവരങ്ങൾ നൽകാനായി ഗോപാൽ വിശദാംശങ്ങൾ. അനിഷ, ഈ കലൂരിലെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദം ഈ കഴിഞ്ഞ ദിവസങ്ങളായി വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പരിപാടിക്ക് അനുവദിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പരാതി ഗ്ലോബൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അധികാരികൾക്ക് നൽകിയിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാല കീഴിലുള്ള കോളേജിലെ അധ്യാപകനായ ഷിനോപി ജോസ് ആണ് ഈ പരാതി ഗ്ലോബൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ അലിസ്റ്റർ റിച്ചാർഡ്സിന് നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പിൻവലിക്കണം എന്ന ആവശ്യമാണ്. അതിൽ കാരണമായ വിവിധ വിഷയങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ പങ്കെടുക്കാനെത്തിയ വ്യക്തികളുടെ, അതായത് ഈ നൃത്തത്തിൽ പങ്കെടുക്കാനെത്തിയതിൽ നിന്ന് വലിയ തുകയാണ് ഇവർ തട്ടിച്ചിരിക്കുന്നത്. സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടി മാത്രമായിരുന്നു ഇത്. 10 കോടിയോളം രൂപ ഇതിന്റെ പറവിൽ ഇവർ തട്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു MLA ഉമാ തോമസ് MLA-ക്ക് ഈ പരിപാടിക്കിടയിൽ വീണ് സുരക്ഷാ വീഴ്ച മൂലം മാത്രമുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുകയും അവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതിനുശേഷം ഈ പരിപാടി തുടരുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ട്. അത്തരത്തിൽ യാതൊരു മാനസിക പരിഗണന പോലും കൂടാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന ആവശ്യം കൂടി ഇയാൾ മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ഇതിൽ പറയുന്നത് പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകാമെന്ന വാഗ്ദാനത്തോടു കൂടി ഭീമമായ തുക ഇവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഈടാക്കിയെന്നും ഇത് കബളിപ്പിക്കലാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ഇടപെടൽ വേണമെന്നുള്ള ആവശ്യമാണ് ഈ പരാതിയിൽ പങ്കുവയ്ക്കുന്നത്. ശരി ഗോപാൽ. അപ്പോൾ ഇതാണ് സംഭവം. ആ ഒരു ഇവർക്ക് കിട്ടിയ ഗിന്നസ് റെക്കോർഡ് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് പിൻവലിക്കുന്നത് കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു നടപടി കൊടുത്തു അത് സാധിക്കുകയാണെങ്കിൽ 2 പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാവും. ഒന്ന്, അവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടാനുള്ള അർഹതയില്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്ക് അതുമൂലം ഒരുപാട് സാമ്പത്തിക നേട്ടം മുന്നോട്ടും അവർ കണ്ടിരുന്നു, അതില്ലാതാവും. രണ്ടാമത്, ഈ ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടി പ്രയത്നിച്ച അത്രയും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്രയും നർത്തകര് അവരെന്ത് ചെയ്യുമെന്നുള്ളതാണ്. അവര് ഈ ഡ്രസ്സിനായാലും അവിടത്തേക്കുള്ള വണ്ടിക്കൂലി ആയാലും അങ്ങനെ ഒരുപാട് പണം ചെലവാക്കിയിട്ടാണ് അവര് അത്തരത്തിലൊരു സംഭവം അവിടെ നടത്തിയത്. അല്ലെങ്കിൽ അവരുടെ ഒരു ഡെഡിക്കേഷൻ നമ്മൾ കാണാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അവർക്ക് എന്തായാലും ഈ നർത്തകർക്ക് അതുകൊണ്ടൊരു ഗുണമില്ല, ഈ മൃദംഗ വിഷന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരു ലാഭം എന്ന് പറയുന്നത്. എന്നിരുന്നാലും അവർക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാതായി പോകും. വെറുതെ അവരുടെ എഫേർട്ടും അത്രയും പഠിച്ചതും നൃത്തം കളിച്ചതും എല്ലാം ഒരു പാഴ്ചെലവായി മാത്രം മാറും. ഇനി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് നമ്മുടെ ഈ മൃദംഗ വിഷന്റെ അല്ലെങ്കിൽ മൃദംഗനാഥത്തിന്റെ മെയിൻ ടീം വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതായത്
സാരിക്ക് 390 രൂപയ്ക്ക് ഇവർ മേടിച്ചു, 1600 രൂപയ്ക്ക് ഇവർ മറിച്ചു വിറ്റു, 1100 സംതിങ് രൂപയോളം ഇവർക്ക് ലാഭം കിട്ടി. അതായത് സാരി വിറ്റതിൽ നിന്ന് മാത്രം ഇവര് 1,40,00,000 ലാഭം ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ മൃദംഗ വിഷന്റെ ആള് സംസാരിക്കുന്നുണ്ട്, നമുക്കത് കേൾക്കാം. ഓക്കെ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് അക്കൗണ്ടിംഗ് അത് എത്ര രൂപ? 3 കോടി എത്ര രൂപ പിരിച്ചെടുത്തു? 3,56,00,000 രൂപയാണ് നമ്മൾ പിരിച്ചെടുത്തത്. ദാറ്റ് മാത്തമാറ്റിക്സ് വാസ് നോട്ട് കറക്റ്റ്. അതെങ്ങനെയാ 3,56,00,000 വന്നേ? 12,000 പേരെ വെച്ചിട്ടാണ് നിങ്ങൾ നൃത്ത പരിപാടി സംഘടിപ്പിച്ചത്, അതാണ് ഗിന്നസ് റെക്കോർഡ്. 12,000 പേരുടെ 3,500 രൂപ വെച്ച് നിങ്ങൾ മേടിച്ചു. അപ്പൊ തന്നെ 4,20,00,000 രൂപ വരുന്നുണ്ടല്ലോ. പിന്നെ ഈ 3,56,00,000 കണക്കേതാ? നിങ്ങളുടെ ചെലവല്ല ചോദിച്ചത്, എത്ര രൂപ പിരിച്ചെടുത്തു എന്നാണ് ചോദിച്ചത്. പിരിച്ചെടുത്ത കണക്കാണ് ഇത് പറഞ്ഞത്. അപ്പൊ പിന്നെ ആ മാത്തമാറ്റിക്സ് തന്നെ ഫുള്ള് റോങ് ആണ്. ബാക്കിയേക്കാം. ഓരോ ഇനത്തിലും ചില എത്ര രൂപ? ഗിന്നസിന് എത്ര പൈസ കൊടുത്തു? ഗിന്നസിന് നമ്മൾ 24 ലക്ഷം രൂപ ഇന്ത്യൻ മണി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ബാക്കി ഈ മറ്റ് ചെലവുകൾക്ക് ഈ സാരിക്ക് എത്ര രൂപ കൊടുത്തു? 390 രൂപയാണ് നമ്മൾ സാരിക്ക് കൊടുത്ത ക്യാഷ്. ഈ 390 രൂപയുടെ സാരി ഈ 1,600 രൂപ ആളുകളുടെ നിന്ന് മേടിച്ച കണക്ക് എങ്ങനെയാ വന്നത്? ഈ 1,600 രൂപ മേടിച്ച കണക്ക് ഞങ്ങൾക്ക് അറിയില്ല. കാരണം വെച്ചാൽ ടീച്ചേഴ്സ് ആണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി മൃദംഗാംശിലേക്ക് 3,500 രൂപ അടയ്ക്കാന്നുള്ളൂ. അവർക്കാണ് ഞങ്ങൾ സാരി നൽകുന്നത്. അല്ലാതെ ഈ സാരിക്ക് എക്സ്ട്രാ ഒരു ബിസിനസ് മൃദംഗാംശിയുടെ ഭാഗത്ത് ഇല്ല. വീണ്ടും മാത്തമാറ്റിക്സിൽ തെറ്റ് വന്നല്ലോ സാറേ. 3,500 രൂപ പിള്ളേരുടെ അടയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കാര്യം. ഞങ്ങൾ 390 രൂപയ്ക്കാണ് ഈ സാരി കൊണ്ടുവന്നത്. ടീച്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ബന്ധമില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പിടിപ്പുകേടല്ലേ അവിടെ പറയുന്നത്. ടീച്ചേഴ്സ് നിങ്ങൾ 390 രൂപ അല്ലെങ്കിൽ 3,500 രൂപ വെച്ചിട്ട് 390 രൂപ ഒന്ന റേഞ്ചിലാണ് പിരിക്കാൻ പറഞ്ഞതെങ്കിൽ അതിൽ കൂടുതൽ ഈ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ ഏൽപ്പിച്ച എല്ലാ ടീച്ചേഴ്സും പിരിച്ചെങ്കിൽ ഇത് ഫ്രഷ് സാധനം, വിശ്വസിക്കാൻ പറ്റുന്ന സാധനം. അപ്പൊ ഈ 3,500 രൂപയുടെ കേസിൽ ഒരു മാതാവ് പറയുന്നത്, അതായത് 1,600ന്റെ കാര്യത്തെ കുറിച്ച് ഒരു മാതാവ് പറയുന്നത്, ഈ നൃത്തത്തിന് പങ്കെടുത്ത കുട്ടിയുടെ മാതാവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 3,500 രൂപ കൊടുത്താൽ സ്പിക്ടപ്പ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? 2,000 1,600 2,000 ആദ്യം കൊടുത്തു, 1,600 പിന്നെ ഈ വേഷവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ ഇവര് സാരിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ 1,600 അയച്ചാലേ സാരി തരുവുള്ളൂ എന്നുള്ള വോയിസ് ക്ലിപ്പ് ടീച്ചറിന്റെ വരികയാണ്. അപ്പോഴാണ് ബാക്കി 1,600 അയച്ചു കൊടുത്തത്. ആ കേസിൽ ഇപ്പൊ എന്താ തുടർന്ന് എന്താ? അപ്പോ ആദ്യം ഒരു പേയ്മെന്റ് ആണ് മേടിച്ചത്, പിന്നീട് ഈ സാരി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് 2 ഘടു എന്ന രീതിയിലാവാം. അപ്പോ ഈ എമൗണ്ട് കൂടെ തന്നാലേ സാരി കിട്ടൂ എന്ന് പറഞ്ഞു. അത് അവര് ടോട്ടൽ 3,500 ആയിരിക്കും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മാതാപിതാക്കളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലും നമുക്ക് മറ്റൊരാളുടെ ഇദ്ദേഹം, അതായത് നമ്മുടെ ഈ മൃദംഗ വിഷന്റെ മെയിൻ, ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന മെയിൻ പുള്ളിക്കാരൻ ഒരു ഡാൻസ് ടീച്ചർ ഇതിനകത്ത് ജോയിൻ ചെയ്തു. അവരെ പറഞ്ഞ് കബളിപ്പിച്ചു. ആദ്യം ഒരു റേറ്റ് പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞു. അപ്പൊ അവർ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവർ ആ എമൗണ്ട് തിരിച്ചു ചോദിച്ചപ്പോഴത്തേനും ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു കോൾ റെക്കോർഡിംഗ് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ മൃദംഗവിഷന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ CEO ആണ് കമ്പനിയുടെ. പിന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ എന്തോ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ കാര്യമായിട്ട്. എന്തായിരുന്നു ഒന്ന് പറയാവോ? പേയ്മെന്റ് മാറും, 2,900 അല്ല 3,500 ആകും ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, കാര്യം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പാരൻസിനെ ഞാൻ കൺവിൻസ് ചെയ്തെടുത്തത്, അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കവിതയാണ് എന്നെ ഇതിലോട്ട് കയറ്റിയത്. കവിത ഞാനും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ കവിതയ്ക്ക് മെസ്സേജ് ഇട്ടു, കവിത ഇതിന്ന് എന്നെ ഒഴിവാക്കി തരണം, പേയ്മെന്റ് തിരിച്ചിപ്പം തന്നെ തരണം, കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ അറിയിച്ചു. അപ്പൊ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്റെ മെസ്സേജസിനൊന്നും. അപ്പൊ അവരൊക്കെ കൂടി ഇപ്പൊ എന്നെ ഒരുമാതിരി ഞാൻ ഒരുമാതിരി എന്തോ അവരെ ചീറ്റി കണക്കായി. അപ്പൊ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ തുടരാൻ താല്പര്യമില്ല. നമുക്ക് അങ്ങനെ റീഫണ്ട് ഓപ്ഷൻ ഇല്ല. അത് ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ കാര്യമാണ് പറയുന്നത്. ആ പറയുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വ്യക്തമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഞാനത് നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എനിക്ക് അറിയാത്ത അറിയില്ല എന്ന് പറയുന്നത് ഞാൻ എടുത്തു പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ആരും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. ടീച്ചറെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ടൈം ആണെങ്കിലും ഇതാണെങ്കിലും ഇത് സൈബർ രീതിയിലുള്ളതും ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കാര്യമാണ്. നിങ്ങൾ ഈ കോടതി കേസ് പറഞ്ഞിട്ട് തന്നെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ പോകുമ്പോൾ ഈ കേസ് വരുന്നത് കൺസ്യൂമർ കോർട്ടിലേക്കാണ്. കൺസ്യൂമർ കോർട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആ സമയത്ത് ഏത് സമയമാണോ എന്നുള്ളത് ഓൾറെഡി അവിടെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇത്ര രൂപ ഇട്ടു, അക്സെപ്റ്റ് ചെയ്തിട്ട ആ ഒരു കാര്യം അവിടെയുണ്ട്. അതിനകത്ത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആണ്. അതിനകത്ത് ഒരു റീഫണ്ടും ഇല്ല എന്നുള്ളത് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ടീച്ചറിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്നത് യുവർ
മേക്കിംഗ് കേസ് അഗെയിൻസ്റ്റ് ദ കമ്പനി. മൃദംഗാവിഷനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മൃദംഗാവിഷനാണ് നിങ്ങളുടെ പേയ്മെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങൾ പൈസ അടച്ചിരിക്കുന്നത് മൃദംഗാവിഷന്റെ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾക്ക് നിഗോഷ്യന്റെയോ പറയുന്ന കവിതയുടെയോ അക്കൗണ്ടിലേക്കല്ലല്ലോ നിങ്ങൾ പൈസ അടച്ചത്. നിങ്ങളും കമ്പനിയുമായിട്ടുള്ള ആ ഡീലിൽ ആണ് ഈ കാര്യം നടന്നിരിക്കുന്നത് അല്ലെ. കമ്പനി അല്ലല്ലോ എന്നോട് സംസാരിച്ചത്, ഈ രണ്ട് വ്യക്തികളാണല്ലോ. അവരാണല്ലോ എന്നെ മിസ്ഗൈഡ് ചെയ്തത്, എന്നെ അതിലോട്ട് വലിച്ചിട്ടതും എന്റെ പേയ്മെന്റ് എടുത്തതിന് ശേഷം 3500 ആണെന്നും പിന്നെ ഡേറ്റ് മാറുന്നതും ഒക്കെ പറയുന്നതും. കമ്പനി ഡയറക്റ്റ് അല്ലല്ലോ, ഈ വ്യക്തികളാണല്ലോ എന്നെ സംസാരിച്ചതും ഒക്കെ. 32,000 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക്, നിങ്ങൾ കമ്പനിക്ക് അതൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് അതൊരു വലിയ എമൗണ്ട് ആണ് 32,000 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പൊസിഷനിലാണ് എനിക്കിപ്പോ സംസാരിക്കാൻ കഴിയുക. ഞാൻ വളരെ ഇപ്പൊ എന്താ നെക്സ്റ്റ് വീക്ക് ഈവന്റ് ആണ്, മനസ്സിലായത്. നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ ഇത്രയും ഹൈപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കേട്ടിരിക്കുന്നതും ഞാൻ ടീച്ചറിന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചറിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ്. ബാക്കി ടീച്ചറിന് ചിന്തിക്കാം, ബാക്കി ടീച്ചറിന് ഏത് രീതിയിൽ. അതായത് നിങ്ങൾ 5 പൈസ പോലും തിരിച്ചു തരത്തില്ല. 32,000 വെറുതെ നിങ്ങൾ ഞങ്ങളുടെ കൈക്കലാക്കി. ഇൻഫോം ചെയ്തത് ഞങ്ങൾക്ക് 32,000 മേടിക്കാൻ മാത്രമേ അറിയൂ, ഞങ്ങൾക്ക് തിരിച്ചു തരാൻ അറിയില്ല. അത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് മേടിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. ഇപ്പൊ നമ്മൾ സംസാരിച്ചത് സുരഭി എം നായർ എന്ന് പറയുന്ന ആളുടെ വോയിസ് കോൾ ആണ് നമ്മൾ കേട്ടത്. ഇവര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കാം. അപ്പൊ ഇവര് 32,000 രൂപ ഓൾറെഡി ഈ കമ്പനിയിലെ ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരുന്ന റേറ്റ് ആയിരുന്നു, പിന്നീട് റേറ്റ് മാറ്റി പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവർ മാറ്റിയത്. അപ്പൊ ഈ 1600 കേസ് നമ്മൾ ഇവിടെയും ചിന്തിക്കണം. 2,900 എന്തോ ആണ് അവർ ആദ്യം പറഞ്ഞിരുന്ന പേയ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചേട്ടന്റെ ഇതിലേക്ക് തിരിച്ചു പോകാം. ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്ന ചേട്ടന്റെ മെഴുകലിലേക്ക്. ഈ 1600 രൂപ മേടിച്ച കണക്ക് ഞങ്ങൾക്ക് അറിയില്ല. കാരണം വെച്ചാൽ ടീച്ചേഴ്സ് ആണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി മൃദംഗാവിഷനിലേക്ക് 3,500 രൂപ അടയ്ക്കാന്നുള്ളൂ. അവർക്കാണ് ഞങ്ങൾ സാരി നൽകുന്നത്. അല്ലാതെ ഈ സാരിക്ക് എക്സ്ട്രാ ഒരു ബിസിനസ് മൃദംഗാവിഷന്റെ ഭാഗത്ത് ഇല്ല. അത് അടിവരട്ട സത്യമാണ്. കാരണം 3,500 പകരം 3,400 ഒരു ടീച്ചർ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ഞങ്ങളുടെ സിസ്റ്റത്തിൽ അവിടെ ഡൺ കാണിക്കില്ല. ടീച്ചർക്ക് എന്തോ പൈസ ബാലൻസ് ഉണ്ട്, ക്യാഷ് ബാലൻസ് ആയിട്ട് കാണിക്കും. അത് ടീച്ചറെ വിളിച്ച് ഞങ്ങൾ ഓർമ്മിക്കും. ടീച്ചർക്ക് 100 രൂപയുടെ കുറവുണ്ടല്ലോ, അപ്പോൾ അതിനർത്ഥം ഈ സാരിക്ക് 100 രൂപയാണെന്നാണോ? അല്ല. ഇവിടെ 3,500 രൂപ അടച്ചു കഴിഞ്ഞാൽ 2 സോങ്ങും ആ സാരിക്ക് 100 രൂപയാണെന്നല്ല ശനെ, 2,000 സംതിങ്ങും പ്ലസ് നിങ്ങളുടെ ഈ 1,600 കൂടെ കൂട്ടി മൊത്തത്തിൽ നിങ്ങൾ 3,500 മേടിച്ചിരുന്നത്. അപ്പൊ ഈ സാരിയുടെ എമൗണ്ട് രണ്ടാമത് നിങ്ങൾ കൂട്ടിച്ചേർത്തതാണ് എന്നും, അതുപോലെ തന്നെ അത് തന്നെങ്കിൽ മാത്രമേ സാരി നിങ്ങളിലേക്ക് എത്തൂ എന്നുള്ളതും, പിന്നെ മൂന്നാമത്തത് കാശിന്റെ കാര്യത്തിൽ ഒത്തിരി വാശി പിടിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമിതമായ ചെലവുകൾ ഉണ്ടാകും. എന്നിരുന്നാലും ഒരു മര്യാദയ്ക്കൊക്കെ ആവാടെ. കൊറിയോഗ്രാഫി അതുപോലെ ഒരു സാരി, അതാണ് അതിന്റെ സിസ്റ്റം. ഈ മാർക്കറ്റിൽ ഇതിനും താഴ്ന്ന വിലയ്ക്ക് സാരി കിട്ടാനുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഗുജറാത്ത് മുതൽ പല സ്ഥലങ്ങളിലും കിട്ടാനുണ്ട്, തമിഴ്നാട്ടിൽ കിട്ടാനുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ പോയില്ല? ഇത് വിശ്വാസമുള്ള. എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല? കല്യാണിന്റെ പേരോട് അതിനകത്ത് വലിച്ചിടണം. കല്യാണൊക്കെ വലിയ സ്പോൺസർ ആണെന്ന്, പാർട്ണർ ആണെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ശ്രദ്ധ നേടൂ. ഗുജറാത്തിലെ ഒരു തൂക്കട കമ്പനി, നല്ല പേര് കേട്ടിട്ടില്ലാത്തൊരു തൂക്കട കമ്പനി എന്നാണ് നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ബ്രാൻഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓൺ ടൈം ഡെസ്പാച്ച് ആണ്. കംപ്ലൈന്റ്, നോ കംപ്ലൈൻസ്. അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നതിൽ വലിയ സന്തോഷമുണ്ട്. ടീച്ചർമാർക്ക് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു തരുന്നുണ്ടോ? ടീച്ചർമാർക്ക് റെമ്യൂണറേഷൻ ഉണ്ട്. ടീച്ചർമാർക്ക് ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും 900 രൂപ വെച്ചിട്ട് അവരൊരു കണ്ടസ്റ്റൻസിന്, അതായത് 7 വയസ്സ് മുതൽ പ്രായപരിധിയുള്ള ഒരു കണ്ടസ്റ്റൻസിന് നിങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ. അവർക്കുള്ള 900 രൂപ ഓരോ കണ്ടസ്റ്റൻസിനും വെച്ചിട്ട് ടീച്ചേഴ്സിന് ആഫ്റ്റർ ഇവന്റ് അവരുടെ ഡ്യൂട്ടി നൃത്തം പഠിപ്പിക്കുക. അത് ഗുരുദക്ഷിണയാണ്. ഈ ഇവന്റിലേക്ക് കുട്ടികളെ എത്തിക്കുക. അവിടെ എത്തിക്കാൻ ഏതെങ്കിലും കുട്ടി മൈനസ് ആണെങ്കിൽ ആ ഫണ്ട് അത് കുറഞ്ഞിരിക്കും. കാരണം 900 രൂപ 900 റുപ്പീസ് ഒരു കുട്ടിക്ക് ടീച്ചേഴ്സ് ഇല്ല. അതിപ്പോ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ഇതേപോലെ ഫംഗ്ഷൻ വെച്ച് അവരെ ഹാപ്പി ആക്കിയതിനു ശേഷം അത് അവരുടെ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ കൊടുത്തത്. എന്റെ പൊന്നളയാ, ഇമാതിരി ഹാപ്പിയാക്കലാക്കരുതേ അവരെ. ഒരു കുട്ടിക്ക് 900 രൂപ വെച്ചിട്ട് 100 കുട്ടികളെ കൊണ്ടുവന്ന ആളുകൾക്ക് ഈ 900 രൂപ വെച്ചിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കുന്നല്ല, അതൊരു ഗോൾഡ് കോയിനും കൊടുക്കുന്നു. അതൊരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഒരു 100 കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് തന്നെ ഒരു 90,000 രൂപ അല്ലെങ്കിൽ 1,00,000 അടുത്തൊരു ടീച്ചറിന് ലഭിക്കുന്നു. പ്ലസ് ഒരു ഗോൾഡ് കോയിനും കൂടെ കിട്ടുന്നു. പക്ഷെ ഇതൊന്നും ഞങ്ങൾ കൊടുക്കില്ല. ഇതൊക്കെ ഞങ്ങൾ കൊടുക്കും. എപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫണ്ടെല്ലാം കിട്ടിയിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ട് മറ്റൊരു ഫംഗ്ഷൻ വെച്ചിട്ട് അതിന് ഇനി എന്തൊക്കെ പിരിപിരിക്കും എന്നറിയത്തില്ല. ആ പിരിയെല്ലാം പിരിച്ചിട്ട് അതിൽ ടീച്ചേഴ്സിനെയൊക്കെ ഇതുപോലെ സന്തോഷിപ്പിച്ചിട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ഏതായാലും ഇത്ര സാമ്പത്തിക ക്രമക്കേടും അഴിമതിയൊക്കെ വന്ന സമയത്ത് ഈ പുള്ളിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൃദംഗവിഷന്റെ
ബാങ്ക് അക്കൗണ്ടും കോടതിയാണോ പോലീസാണോ, കോടതി ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വാർത്തയും കൂടെ നമുക്ക് കേൾക്കാം. ഇവർക്ക് 2 അക്കൗണ്ട് ഉണ്ട്, ഇതിൽ ഒരെണ്ണം ആട്ടോ ഫ്രീസ് ചെയ്തേക്കുന്നത്. സ്റ്റേഡിയത്തിലെ അപകടത്തിൽ നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചു പോലീസ്. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. നടി ദിവ്യ ഉണ്ണി ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും. GCDA നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. അതേസമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൃദംഗാവിഷൻ MD നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ദിവ്യ ഉണ്ണിയുടെ മൊഴി എവിടെ കൊണ്ടെടുക്കുമെന്ന് പറഞ്ഞേ? പുള്ളിക്കാരി ഇവിടെ കേസായപ്പോഴേ പുള്ളിക്കാരി സ്കൂട്ടായി. പുള്ളിക്കാരിക്ക് വേണ്ട പൈസയൊക്കെ മേടിച്ചിട്ട് പുള്ളിക്കാരി രാജ്യം വിട്ടുകളഞ്ഞു പൊന്നളിയാ. ഇനി പുള്ളിക്കാരി ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നു. 2, ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ നിരവധി അനുമതികൾ മേടിക്കേണ്ടതുണ്ട്. ഈ സാധനം എല്ലാം നിയമലംഘനമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അന്നേരം കണ്ടുപിടിച്ചിട്ടില്ല. അനുമതി കൊടുത്തപ്പോൾ ഇതൊന്നും കണ്ടില്ല. ഒരു അപകടം നടന്നപ്പോൾ ഇതെല്ലാം അവർ കണ്ണിപ്പെട്ടു. അത് ആ അനുമതി മേടിച്ചില്ല, ഈ അനുമതി മേടിച്ചില്ല. അതിന് മുമ്പ് ഇതൊന്നും ആരും കണ്ടിട്ടില്ല. 3, ഈ ദിവ്യ ഉണ്ണിയെയും അതുപോലെ തന്നെ ആളുകളെയൊക്കെ ചോദ്യം ചെയ്യണമെങ്കിൽ എപ്പോഴാ അവര് കടന്നു പോകണം, നാട് വിടണം. നാട് വിട്ടതിന് ശേഷമേ ഞങ്ങൾ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യം ചിന്തിക്കത്തുള്ളൂ. അതുവരെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട. അത് നൈസാട്ടോ. ഏതായാലും ദിവ്യ ഉണ്ണി നാട് കടന്നിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചും കൂടെ ഒന്ന് കേൾക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണിയുടെ മൊഴി എടുക്കാൻ ഇന്ന് പോലീസ് ആലോചിച്ചിരുന്നു. പക്ഷേ ദിവ്യ ഉണ്ണി ഇന്നലെ രാത്രി 11:30 സിംഗപ്പൂർ വഴിയുള്ള ഫ്ലൈറ്റിൽ അമേരിക്കയിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ദിവ്യ ഉണ്ണി ഈ കേസുമായി നോട്ടീസ് അയച്ചിരുന്നോ ചോദ്യം ചെയ്യലോ മൊഴി എടുക്കാനോ ഹാജരാകാനായി? ആര്യ ഇതുവരെ ദിവ്യ ഉണ്ണിക്ക് നോട്ടീസ് നൽകിയിരുന്നില്ല. കാരണം നികോഷ് കുമാർ അടക്കമുള്ളവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നില്ല. ഇവരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാർ. മൃദംഗവിഷന്റെ MD നികോഷ് കുമാർ അടക്കമുള്ളവരാണ് ഇതിന്റെ പ്രധാന നടത്തിപ്പുകാർ. അതുകൊണ്ട് ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്രമേ ദിവ്യ ഉണ്ണിക്ക് നോട്ടീസ് നൽകേണ്ടതുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരുന്നത്. ഈ ദിവ്യ ഉണ്ണി എന്ന് പറയുന്നവർ ഇപ്പൊ കാലാകാലങ്ങളായി അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സമയത്തിലേക്ക് അവർ അവിടുത്തെ റെസിഡന്റ് ആണ്. അവര് നാട് വിടും എന്നുള്ള കാര്യം നല്ല പോലെ അറിയാം. അവര് സ്ഥലം വിട്ടിട്ട് നമുക്ക് ആലോചിക്കാം അവര് ചോദ്യം ചെയ്യണമെന്നുണ്ടെന്ന്. അവരെന്തായാലും പോട്ട്, അവര് പോയി അതൊന്നും ഒരു സമയം കൊടുക്കണമല്ലോ. ഇതേ സമയം ഇതുപോലെ പാവങ്ങളും ആയിരുന്നെങ്കിൽ സ്പോട്ടിൽ പിടിച്ചകത്തിട്ട് ചവിട്ടി കൂട്ടിയാനെ. ഇത് പ്രമുഖരായതുകൊണ്ട് എന്തുമാകാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിരുന്നില്ല. ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകേണ്ടി വരുമെന്നൊരു സൂചന കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇന്നലെ രാത്രി ദിവ്യ ഉണ്ണി സിംഗപ്പൂർ വഴിയുള്ള ഫ്ലൈറ്റിൽ 11:30 അമേരിക്കയിലേക്ക് പോയി. ഒപ്പം തന്നെ ഇനിയുള്ളത് ഉമാ തോമസ് MLA ആരോഗ്യനില സംബന്ധിച്ചാണ്. ഉമാ തോമസ് MLA ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. നില ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ആശങ്കയായി മറ്റൊരു കാര്യമുള്ളത് ശ്വാസകോശത്തിന്റെ താഴെ ഒരു വെള്ളക്കെട്ട് കാണുന്നുണ്ട്. നമുക്ക് MLA-യിലേക്ക് വരാം. അപ്പൊ ദിവ്യ ഉണ്ണി ഇനി മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം മനസ്സിലായല്ലോ. പുള്ളിക്കാരിയുടെ സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്വ ബോധവും നോക്കിക്കോണം. അവര് ഇത് കണ്ടക്ട് ചെയ്തു, നൃത്തം എല്ലാം ആക്കി നല്ല ചിക്കിലി അവർ മേടിച്ചിട്ടുണ്ടാവാം. അതിനുശേഷം ഇത് പ്രശ്നമായപ്പോഴത്തേന് ആള് സ്കൂട്ടായി കളഞ്ഞു. ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാനെങ്ങാനും അകത്ത് പോയാലോ. ഇനിയും പുള്ളിക്കാരി മാഷിയിട്ട് നോക്കി ഇവിടെ കാണത്തില്ല. ഇനി നമുക്ക് MLA-യുടെ കാര്യത്തിലേക്ക് വരാം. MLA വീണതാണല്ലോ ഇതിനെല്ലാം തുടക്കം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഈ കേരളത്തിന് ഓസ്കാർ കേരളത്തിന് ഗിന്നസ് കിട്ടിയെന്ന് പറഞ്ഞ് കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചേനെ. അപ്പൊ നമുക്ക് ഈ MLA വീണ സാഹചര്യം ഒന്ന് കണ്ടു നോക്കാം. സന്തോഷത്തോടുകൂടി ആ പരിപാടി പൂർണ്ണമായും ഈ റെക്കോർഡിലേക്ക് പോകുന്ന സന്തോഷങ്ങളൊക്കെ പങ്കിടുമ്പോൾ എനിക്ക് ഈ ദൃശ്യം താഴെ വീഴുന്നത് കണ്ടതോടുകൂടെ മറ്റു ചില കാര്യങ്ങൾ പറയാം. അവിടെ വെഹിക്കിൾ എൻട്രിക്ക് കലൂർ സ്റ്റേഡിയത്തില് ഒരു സ്ഥലമുണ്ട്. അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ 2 സ്ഥലങ്ങളിൽ ദിവ്യ ഉണ്ണിക്കും ഈ ഇവർക്കും ഒക്കെ വേണ്ടിയിട്ട് കാരവൻ സ്റ്റേഡിയത്തിന്റെ സമീപം ഉണ്ടായിരുന്നു. അതായത് ആംബുലൻസ് ഇല്ല, ദിവ്യ ഉണ്ണി മേഡത്തിനുള്ള ക്യാരവൻ അവിടെ കറക്റ്റ് ആയിട്ട് വന്നിരുന്നു. ഈ ആംബുലൻസ് അതിനകത്തായിട്ട് കയറിയപ്പോഴത്തേനും പൊതഞ്ഞു പോയെന്നാണ് പറയപ്പെടുന്നത്. ഒരു സ്ട്രെച്ചർ ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള മിനറൽ വാട്ടർ ഫെസിലിറ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല. ആ MLA വീണ ആ പിടി നിങ്ങൾ കണ്ടോ? അത്രയും ഹൈറ്റിൽ വെച്ചേക്കുന്ന റിബൺ കെട്ടി വെച്ചേക്കുന്ന, റിബൺ അല്ല മറ്റേ ബാരിക്കേഡ് പോലത്തെ സാധനം. ഇത്രയും വിവരം കിട്ടുമാര് ഇവര് ഊരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ മൃദംഗവിഷൻ ഊരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇത് ഏൽപ്പിച്ചത് ഓസ്കാർ ഇവന്റ്സിനെയാണ്, അവരാണ് ഇതെല്ലാം ചെയ്തത്, ഞങ്ങൾക്ക് പ്രോഗ്രാം നടത്തി യാതൊരു പരിചയവുമില്ല, ഇവന്റ് എല്ലാം ഞങ്ങൾ ഓസ്കാർ അവരെയാണ് ഏൽപ്പിച്ചത്, അവരിതെല്ലാം എടുത്തു എന്ന് പറഞ്ഞു. രണ്ടും പ്രശ്നക്കാരനാ. ഓസ്കാർ ഇവന്റ് എന്ന് പറയുന്നവൻ നിങ്ങൾ നോക്കാത്തോണ്ട് അവൻ വായി തോന്നിയതെല്ലാം ചെയ്തു. അത് നമ്മൾ ഒരു ഇവന്റ് മാനേജറിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നോക്കിയില്ല, അവന്മാര് നക്കി തുടച്ചെടുത്തോണ്ടങ്ങ് പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. 2 പേർക്കും തുല്യമായ ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു കേസിലുണ്ട്. ഏതായാലും MLA-ക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി. ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് പരിശോധിക്കുകയാണെങ്കിൽ MLA നടന്നു പോകുമ്പോഴത്തേനും അവിടെ നടക്കാനുള്ള സ്ഥലമില്ല. 2 സെറ്റ് ചെയർ ഇട്ടിട്ട് MLA-ക്ക് നടക്കാനുള്ള സ്ഥലമില്ലാതെ അവിടെ കാല് വെച്ചപ്പോഴാണ് ആള് താഴേക്ക് പോകുന്നത്. ആ പാദം ഇതായത് ഞാൻ ഇവിടെ സൈഡിൽ വെച്ചേക്കാം.
ഏതായാലും ഒരു ഓസ്കാറിന് വീണ്ടും ഓസ്കാർ ആണല്ലോ, ഇനി ഇമ്മര് ഓസ്കാർ അങ്ങനെ മേടിക്കുമോ? ഏതായാലും ഒരു ഗിന്നസ് റെക്കോർഡ് ആഗ്രഹിച്ച് ജയിലിൽ പോകാനുള്ള എല്ലാ യോഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റുകളെ രേഖപ്പെടുത്തുക. എനിക്കിത് മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് ഫ്രോഡ് പരിപാടിയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഈ ഗിന്നസ് റെക്കോർഡ് സ്വാഭാവികമായിട്ടും ഈ മൃദംഗവിഷനിൽ നിന്ന് പിൻവലിക്കണം, എന്നിട്ട് ഈ നൃത്തം കളിച്ച വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നർത്തകർക്ക് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ചെയ്യുക. അതൊന്നും നടക്കാൻ പോകുന്നില്ല, എന്നാലും ചുമ്മാ അഭിപ്രായം പറഞ്ഞു. പത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേരെ ബൈ.